എല്ലാവർക്കും നമസ്കാരം. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പുതുവർഷ ആശംസകൾ. എല്ലാവർക്കും ഒരു നല്ല 2024 ആയിരിക്കട്ടെ, നല്ലൊരു വർഷമായിരിക്കട്ടെ, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. വലിയ അവകാശവാദങ്ങൾ യാതൊന്നുമില്ല. ഈ പറയുന്നത് തന്നെയാണ് സംഭവിക്കുമെന്ന് അങ്ങനെ ഒരു വാദങ്ങളും മുന്നോട്ട് വയ്ക്കുന്നില്ല. പൊതുവായിട്ടുള്ളൊരു ഫലം പ്രവചനം മാത്രമാണ് ചെയ്യുന്നത്. ആദ്യം മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന മേടക്കൂർ. പൊതുവെ എങ്ങനെയാണോ നമ്മൾ പോകുന്നത് അതുപോലത്തെ ഒരു മുന്നോട്ട് പോക്ക്, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. പ്രത്യക്ഷത്തിൽ ആദ്യത്തെ പകുതിയിൽ വലിയ ഒന്നും നമുക്ക് കണ്ടെത്തണമെന്നില്ല. ആ പകുതി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പം കുറേയൊക്കെ ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ടാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ, അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്നത് എന്നതിനേക്കാൾ മുൻപ് ചെയ്തു വച്ച പ്രവൃത്തികളുടെ ഗുണപരമായിട്ടുള്ള, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നിക്ഷേപങ്ങളൊക്കെ ചെയ്തു വച്ചതിൻ്റെ ലാഭം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം അനുഭവപ്പെടുന്നത്. രോഗാരിഷ്ടതകളൊക്കെ മാറി ആരോഗ്യമൊക്കെ വരും. കൃത്യമായിട്ട് മരുന്ന് പഥ്യം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ, അത്തരം വിഷയങ്ങൾ ചെയ്യുന്നവർക്ക് മാർക്കറ്റിൻ്റെ ഒരു പൾസ് എന്താണെന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം നേടുവാനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. മുൻപത്തെ കാലയളവിൽ വീട് നിർമ്മാണമൊക്കെ പൂർത്തിയാക്കിയവർക്ക്, അല്ലെങ്കിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചവർക്ക്, അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടിരുന്നവർക്ക് അത് കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ കഴിയുന്നൊരു സമയം കൂടിയാണ്. തടസ്സപ്പെട്ടിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൻ്റെ സ്രോതസ് അല്ലാതെ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ കൂടി കഴിയുന്ന ഒരു കാലയളവാണ് ഈ 2024 എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ പഠനത്തിൽ കുറച്ചുകൂടി ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല അനുഭവങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ് 2024. രണ്ടാമത്തെ ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന ഇടവക്കൂർ. പൊതുവെ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. മെച്ചപ്പെട്ട അനുഭവങ്ങളുണ്ടാവും. മുൻപ് നേരത്തെ മേടക്കൂറിനെന്ന് പറഞ്ഞതുപോലെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നുമെങ്കിലും ക്രമേണ ധനവരവ് മെച്ചപ്പെടുക, സാമ്പത്തിക സ്ഥിരത ഉണ്ടാവുക എന്നിവയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊതുവെ സമാധാന അന്തരീക്ഷമൊക്കെ കാണും. ചില ആഡംബര വസ്തുക്കളൊക്കെ ചിലപ്പോൾ സമ്മാനമായിട്ടൊക്കെ കിട്ടുവാനുള്ള അവസരമൊക്കെ വരും. അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, മറ്റുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ കയറി കൈകടത്തുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയുക എന്നിവ, അങ്ങനെ ചില സാമ്പത്തിക ഇതുമായിട്ട് ബന്ധപ്പെട്ട അനാവശ്യ സാമ്പത്തിക ഇടപാടുകൾ കഴിവതും കുറയ്ക്കുക. പ്രണയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഭാരക്കൂടുതൽ പോലുള്ള, ശരീരത്തിന് കൊഴുപ്പ് കൂടുക, കൊളസ്ട്രോൾ കൂടുക, അത്തരത്തിലുള്ള രോഗാരിഷ്ടതകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിത പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യത്തിനും ജീവിതത്തിൽ കൂടെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരമര, തിരുവാതിര, പുണർന്ന നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന മിഥുനക്കൂറ്. വർഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പൊതുവെ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുവാൻ പറ്റും. ജോലിയിലാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സമയത്തിനും നമ്മുടെ താല്പര്യത്തിനും അനുസരിച്ചുള്ള ജോലിയിൽ ചെയ്യുവാനുള്ള അവസരങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മേലധികാരികളിൽ നിന്നൊക്കെ സപ്പോർട്ടൊക്കെ ലഭിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തരവുകളോ അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ ഉണ്ടാവും എന്നുള്ളതൊക്കെ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലായിട്ട് പ്രവർത്തിക്കുന്നവർ നിക്ഷേപങ്ങളിൽ കുറച്ചുകൂടി ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ്. റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, ഈ ഫ്ലാറ്റ് നിർമ്മാണം പോലുള്ള, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ നിക്ഷേപങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് വിശേഷാൽ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർന്നം കാൽ, പൂയം, ആയില്യം ചേർന്ന കർക്കിടകക്കൂർ. ടെൻഷൻ, ആങ്സൈറ്റി എന്നിവയൊക്കെ മാറി സമാധാനം ഉണ്ടാവുന്നൊരു കാലയളവാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നോർത്ത് വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കുക. ഓരോരുത്തർക്കും ഒരുപാട് ജോലികളുണ്ട്. അപ്പം എല്ലാവരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്നായിട്ട് ജീവിക്കുക. തൊഴിലിൽ ക്രമേണ ഉയർച്ചകളും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. യാത്രകൾക്കായിട്ട് ചില ധനച്ചിലവുകളും കാര്യങ്ങളൊക്കെ
ഉണ്ടാവുന്നൊരു സമയമാണ്. ഡയബറ്റീസ് സംബന്ധമായിട്ടൊക്കെയുള്ള രോഗാരിഷ്ടതയൊക്കെ ഉള്ളവർ കൃത്യമായിട്ടും ഒരു ഡോക്ടറിൻ്റെയൊക്കെ കൺസൾട്ടേഷനോടുകൂടി മരുന്നും പഥ്യമൊക്കെ കൃത്യമായിട്ട് നോക്കുക. അവർക്ക് രോഗാരിഷ്ടതകളൊക്കെ മാറി ആരോഗ്യം വരും. അതുപോലെ തന്നെ മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള ആദായവും നേട്ടമൊക്കെ പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന ഒരു കാലയളവ് കൂടിയാണ് കടന്നു വരുന്നത്. അടുത്ത ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് ചിങ്ങക്കൂർ. പ്രശസ്തിയും കീർത്തിയും സ്വാധീന ശക്തിയൊക്കെ കുറച്ച് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ കഴിവുകളൊക്കെ പല രീതിയിലും അംഗീകരിക്കപ്പെടുന്ന സമയം. എല്ലാ പ്രശ്നങ്ങളെയും സമചിത്തതയോടുകൂടി നേരിട്ട് പരിഹരിക്കുവാൻ അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നൊരു സമയമാണ്. നമുക്ക് ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഉടനെ ഫലം ലഭിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ പോലും ക്രമേണ അതിന് ഉറപ്പായിട്ടൊരു റിസൾട്ട് ഈ വർഷം തന്നെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അടുത്ത കന്നിക്കൂറാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന കന്നിക്കൂർ. ജീവിതത്തിൽ ഏറ്റവും നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. നമ്മൾ ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും ആ തീരുമാനങ്ങൾ ഭാവിയിലേക്ക് നല്ല അനുഭവങ്ങൾ, നല്ല അവസ്ഥകളൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നൊരു സമയമാണ്. സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവും. നമ്മുടെ പല സമയത്തും നമ്മുടെ മേലധികാരികളുടെ ജോലി കൂടി അല്ലെങ്കിൽ ആ സ്ഥാനം കൂടി ഏറ്റെടുത്ത് പല ജോലികളും ചെയ്തു തീർക്കേണ്ടി വന്നേക്കും. ഇത് നമ്മുടെ അനുഭവജ്ഞാനം കൂട്ടും എന്നുള്ളതും കൂടി ഇവിടെ ഒരു പോസിറ്റീവായിട്ട് പറയേണ്ടിയിരിക്കുന്നു. വീട് നിർമ്മാണം അല്ലെങ്കിൽ ഭൂമിയൊക്കെ വാങ്ങിച്ച് വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് പോകുവാനും അതിന് വേണ്ട സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വയ്ക്കുവാനൊക്കെ സാധിക്കുന്നൊരു സമയം കൂടിയാണ്. ചില അവസരങ്ങളിൽ ചില അനാവശ്യമായിട്ടുള്ള ചിലവ് വന്ന് കയറി വയ്ക്കാം. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ആപത്തുകളൊക്കെ അകന്ന് സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവുന്ന ഒരു കാലയളവ് കൂടിയാണ്. അടുത്ത തുലാക്കൂറാണ്. ചിത്രേര, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന തുലാക്കൂറാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറി സമാധാനം വരും. കുറച്ചെങ്കിലും ഒരു സാമ്പത്തിക നീക്കിയിരുപ്പ് ഭാവിയിലേക്ക് കരുതി വയ്ക്കാനൊക്കെ സാധിക്കും. ഗൃഹത്തിൽ മുൻകാലങ്ങളുണ്ടായിരുന്ന കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി സമാധാനം വരും. ഭൂമി വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുറച്ച് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ അകന്ന് സമാധാനവും സന്തോഷവും ഉണ്ടാവും. യാതൊരു കാരണവശാലും ജാമ്യം, പണയം, അതുപോലെ തന്നെ ഈ ചൂത് പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും, ഗ്യാംബ്ലിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ലഹരി വസ്തുക്കളും ഒഴിവാക്കേണ്ട ഒരു കാലയളവാണ്. അടുത്ത വൃശ്ചികക്കൂറാണ്. വിശാഖം കാൽ, അനിഴം, കേട്ട നക്ഷത്രം ചേർന്ന വൃശ്ചികക്കൂർ. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള, മുൻപ് ഇപ്പോൾ നമ്മൾ ഏതവസ്ഥയിൽ പോകുന്നു അതുപോലെ തന്നെ കുറച്ച് കാലം മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് തോന്നും ദുരിതങ്ങളൊക്കെയാണെന്ന് തോന്നുമെങ്കിലും ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു പ്രതീക്ഷിതമായിട്ടുള്ള ചെറിയ രീതിയിലുള്ളൊരു ഭാഗ്യാനുഭവത്തിനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. യാതൊരു കാരണവശാലും ചിലവ് വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ റിലേഷൻസ്, നമുക്ക് പരിചയമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് റിലേഷനിലുള്ളവർ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ആശയവിനിമയത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഖാന്തരം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയിൽ വളരെയേറെ നേട്ടങ്ങളും അംഗീകാരങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കും. ആഹാര സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. അടുത്ത ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂർ. ജോലിഭാരമൊക്കെ കൂടുതലാണ് എന്ന് തോന്നുന്നവർക്ക് ഇത്തരത്തിലുള്ള ജോലിഭാരമൊക്കെ കുറഞ്ഞ് കുറച്ചുകൂടെ സ്വസ്ഥത വരുന്നൊരു സമയമാണ്. ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ കുറച്ചൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നൊരു സമയമാണ്. ജീവിതത്തിൽ നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല മാറ്റങ്ങൾ, ജീവിതശൈലിയിൽ കുറേയേറെ മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ കഴിയുന്നൊരു സമയമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്തൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ വരും. അവർക്ക് ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ സഹായം ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ വരുന്നവർ കാണാൻ പറ്റും. അടുത്ത മകരക്കൂറാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന മകരക്കൂർ. പൊതുവെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു സമയമാണ് വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം. അതിനോടൊപ്പം സ്വയം സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ, വേണ്ടപ്പെട്ടവരെയൊക്കെ അത്യാവശ്യം സഹായിക്കാനൊക്കെ സാധിക്കും. അത് നമുക്കൊരു നല്ല ഒരു അനുഭവങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആരംഭിച്ചെന്തെങ്കിലുമൊക്കെ പകുതിയിൽ വെച്ചൊക്കെ നിർത്താമെന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു ബിസിനസ് സംരംഭത്തിനൊക്കെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന വഴി മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. വസ്ത്രാഭരണ സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്നൊക്കെ നേട്ടമൊക്കെ വർദ്ധിക്കുന്നൊരു സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അനാവശ്യ നിക്ഷേപങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക.
മാതാപിതാക്കളുമായിട്ട് ചെറിയ വിഷയങ്ങളുടെ ഒരു കലഹങ്ങളോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നടുവ്, നട്ടെല്ല്, സന്ധികൾ സംബന്ധമായിട്ടുള്ള വേദന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. അടുത്ത കുംഭക്കൂറാണ്. അവിട്ടത്തിലര, ചതയം, പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം ചേർന്ന കുംഭക്കൂറ്. പുതിയ തുടക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ, പുതിയ ജോലി, അത്തരം വിഷയങ്ങളിലേക്കൊക്കെ അവസ്ഥകൾ വരും. സാമ്പത്തിക സ്ഥിരതയും ഒക്കെ പ്രതീക്ഷിക്കാം. ആത്മീയമായിട്ടുള്ള വിഷയങ്ങളും കുറച്ചൊരു താല്പര്യവും ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. സന്താനത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. യാത്രകളൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യത്തെ 1-2 മാസങ്ങളിൽ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ കാലതാമസമൊക്കെ അനുഭവപ്പെട്ടെങ്കിലും അതിനുശേഷം അത് യാത്ര പോകാനൊക്കെ സാധിക്കും. യാത്ര പോവുക മാത്രമല്ല, പോകുന്നതിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാനൊക്കെ സാധിക്കും. കൃഷി, നാൽക്കാലി എന്നിവയിൽ നിന്നൊക്കെ ആദായവും വരുമാനമൊക്കെ വർദ്ധിക്കുന്നൊരു കാലയളവ് കൂടിയാണ്. അടുത്ത മീനക്കൂറാണ്. പൂരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നക്ഷത്രം ചേർന്ന മീനക്കൂറ്. കടം, ബാധ്യതകൾ എന്നിവയുടെയൊക്കെ ഒരു ഭൂരിഭാഗം ഭാവവും നമുക്ക് ഈ വർഷം പകുതി 1/4 ഭാഗം കൊണ്ട് തീർക്കുവാനൊക്കെ സാധിക്കും. പുതിയ വാഹനമൊക്കെ വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പഴയത് മാറ്റി പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കും. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അവർക്കത് നേടിയെടുക്കാനൊക്കെ സാധിക്കും. അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ വരും. വ്യക്തി ജീവിതത്തിലും പൊതുവെ വളരെ സന്തോഷവും അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ ക്രമേണ വർഷത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം അവസാന ഭാഗങ്ങളിലൊക്കെ നല്ല അവസ്ഥകൾ വരും. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് പൂർണ്ണമായും സഹായവും സഹകരണമൊക്കെ ഉണ്ടാവും. വർഷത്തിൻ്റെയൊക്കെ ഒരു പകുതി കഴിഞ്ഞ് പ്രൊമോഷൻ, സാലറി ഇൻക്രിമെൻ്റ് പോലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി അതൊക്കെ കയ്യിലേക്ക് വരികയും നമ്മുടെ വരുമാനത്തിൽ ചെറിയായിട്ടെങ്കിലും ഒരു വർധനവൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു സമയമാണ്. ഇതൊക്കെയാണ് പൊതുവെ നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ. ഇതൊരു പൊതുവായ ഫലം മാത്രമാണ്. ഇത് മാത്രമേ സംഭവിക്കൂ എന്നുള്ള യാതൊരു വാദഗതിയും പറയുന്നില്ല. ഓരോ രാശിക്കൂറിൻ്റെയും പൊതുവെയുള്ള ഫലങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം എല്ലാവർക്കും ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് മറുപടി തരുന്നതാണ്. അപ്പോൾ സത്കർമ്മങ്ങൾ ചെയ്യുക, വിശന്നിരിക്കുന്നവർക്ക് ആഹാരം വാങ്ങി നൽകുക തുടങ്ങിയ സത്കർമ്മങ്ങൾ ചെയ്യുന്ന ദോഷഫലങ്ങളെ കുറയ്ക്കുമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. സത്കർമ്മങ്ങൾ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല വർഷം വരട്ടെ.